ശിവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഔട്ടർ എൻറ്റിറ്റി ഉണ്ടായിരിക്കാനും സാധ്യതയില്ല. ഉള്ളതെല്ലാം ശിവനാണ്. മന്ത്രങ്ങൾ ഒന്നും നിസ്സാരമല്ല. മന്ത്രം അടക്കിയ പോലെയുള്ളൂ. അത് നിരന്തരം ജപിക്കും, അത് കവുങ്ങായിട്ട് വളരും. ശരീരം അത്ര വീക്കാണ്. അതിലേക്കാണ് ഈ ആന വന്ന് കയറുന്നത്. ക്ഷമ, അനുകൂലമായ കാലം, സ്ഥിരോത്സാഹം. കാലത്തിന് വെയിറ്റ് ചെയ്യാൻ പറ്റണം. ക്ഷമയോടുകൂടി അനുകൂലമായ കാലം വരെ ഉത്സാഹത്തോടെ വെയിറ്റ് ചെയ്യുന്നവൻ വിജയിക്കാം. അദ്ദേഹം പറയാണ്, ചെറ്റക്കുടലിലേക്ക് മതയാന കയറിയുണ്ടെന്ന്. ദൈവം ഒരു ദിവസം കുഴച്ചിട്ടി മണ്ണ് കുഴച്ചിട്ടുണ്ടാക്കി പൂന്ന് ശ്വാസം ഊതി. അവിടെയാണ് ഹിന്ദു മതവും മറ്റു മതങ്ങളും നമ്മൾ വ്യത്യാസം. മറ്റു മതങ്ങളിൽ ദൈവം ആത്മാവ് വെച്ചിട്ടുള്ളത് മനുഷ്യൻ്റെ മാത്രമാണ്. അതുകൊണ്ട് തലയ്ക്കകത്ത് മുഴുവൻ മണ്ണാണ്. തെറ്റുപറ്റിയത് ആ നാട്ടിലെ ആൾക്കാർക്കാണ്. അവർ എഴുതിയ പുസ്തകമാണ്. ഗോഡ് ക്രിയേറ്റഡ് ബുക്ക് ഒന്നുമല്ല. പിന്നെ ക്ലെയിം ചെയ്യണം. ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാക്കിയിട്ട് ഇതാണ് ലോകത്തെ ഏറ്റവും നല്ലത്, നമ്പർ 1 വാഷിംഗ് മെഷീൻ പറഞ്ഞ പോലെയാണ്. ഇതിനപ്പുറം ഒന്നുമില്ലെന്ന് പറയും. അതിനെ മാർക്കറ്റ് ചെയ്യുക, ഗംഭീരമായിട്ട് മാർക്കറ്റ് ചെയ്യാം. ചെറുപ്പത്തിലേ പഠിപ്പിക്കണം, ഇതൊക്കെ പൊട്ടിപ്പോകും. ഞാൻ എനിക്ക് പറഞ്ഞിട്ട് ഒരു മതങ്ങൾ ഒരു 18 വയസ്സിലാണ് ഒരാൾ പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ അവൻ ഹിന്ദു ആവുള്ളൂ. ഒരു വ്യക്തിയെ കാണുമ്പോഴും അയാളെ എൻജോയ് ചെയ്യുമ്പോഴും സ്വയം മറക്കുന്നവരാണ് ഈ മാനസമയനെ വരെയും പാടുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വീണാലും തല്ലി കിട്ടും. പിന്നെ പെണ്ണിന് വേണ്ടി വീണാൽ, ഈ ലോകത്ത് എന്തിനെങ്കിലും വേണ്ടി നിങ്ങളുടെ സ്വത്വം മറന്ന് വീണാൽ അതിൽ ദുഃഖമുണ്ടാകും. നമ്മൾ പലരും വിചാരിക്കും ബിസിനസ് നഷ്ടപ്പെട്ടു, തകർന്നു, അപ്പം ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ. സത്യത്തിൽ തകർച്ചയ്ക്ക് ഒരല്പം കൂടി ക്ഷമയോടെ വെയിറ്റ് ചെയ്യാമെങ്കിൽ അതിൽ തന്നെ വിജയത്തിന് ഉത്തരവുണ്ട്. അതിന് 3 കാര്യം വേണം: ക്ഷമ, അനുകൂലമായ കാലം, സ്ഥിരോത്സാഹം. കാലത്തിന് വെയിറ്റ് ചെയ്യാൻ പറ്റണം. ക്ഷമയോടുകൂടി അനുകൂലമായ കാലം വരെ ഉത്സാഹത്തോടെ വെയിറ്റ് ചെയ്യുന്നവൻ വിജയിക്കാം. എൻ്റെ ചെട്ടി കമ്പനി തകർന്നു പോയി, ഉടനെ തൂങ്ങിച്ചെത്തു, അതിൽ അർത്ഥമില്ല. മനുഷ്യനിൽ തന്നെ ഈശ്വരത്വം പ്രാപിക്കാൻ കഴിവുണ്ടെന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് വൈദിക ഋഷിയാണ്. മറ്റൊരു മതത്തിലും മനുഷ്യൻ വെറും കളിപ്പാവയാണ്. ദൈവം ഒരു ദിവസം കുഴച്ചിട്ടി മണ്ണ് കുഴച്ചിട്ടുണ്ടാക്കി പൂന്ന് ശ്വാസം ഊതി. അതുകൊണ്ട് തലയ്ക്കകത്ത് മുഴുവൻ മണ്ണാണ്. ആണല്ലോ അതിനർത്ഥമല്ലേ? മനുഷ്യ നീ മണ്ണാകുന്നല്ലോ. വെറും മണ്ണ് ചാണകമൊന്നുമല്ല. നമ്മൾ ഇത്രയും ദൈവങ്ങളെ ഉണ്ടാക്കാൻ കഴിവുള്ള എൻറ്റിറ്റിയാണ് മനുഷ്യൻ. ഒരു നായയുടെ ദൈവം വലിയൊരു നായയായിരിക്കും, ശരിയല്ലേ? അത് വിട്ടാൽ ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങളിൽ മത്സ്യം, കൂർമ്മം, വരാഹം എല്ലാ സാധനവും ഉണ്ട്. അതെന്താ കാരണം? ഇതിനെല്ലാം കൂട്ടി ചിന്തിക്കാനുള്ളൊരു ഭൂമിയിലെ ഉയർന്ന എൻറ്റിറ്റിയാണ് മനുഷ്യൻ. അവന് ഒരു തെരുവ് നായ്ക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് തിരിച്ചു കൊണ്ടിട്ടോ അവർക്കും ഉണ്ടേ. നമ്മളങ്ങനെ ആവണം. നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നായ്ക്കൾ ഭക്ഷണം കൊണ്ട് തരും. അങ്ങനെ പല മഹാന്മാർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. പരുന്ത് കൊണ്ടിട്ട് ആഹാരം ഇട്ട് കൊടുക്കും. പ്രകൃതി തീർച്ചയായിട്ടും എത്രയോ മഹാന്മാരുടെ ജീവിതം വായിച്ചാൽ അങ്ങനെ മനസ്സിലാവും. കാരണം നമ്മൾ മാത്രമല്ല, അവരിലും ഈ സംഗതി ഉണ്ടെന്ന് അർത്ഥം. അവരിലും ഇതേപോലെ ഒരു കോൺഷ്യസ് ബീയിങ് ഉണ്ട്. അവിടെയാണ് ഹിന്ദു മതവും മറ്റു മതങ്ങളും നമ്മൾ വ്യത്യാസം. മറ്റു മതങ്ങളിൽ ദൈവം ആത്മാവ് വെച്ചിട്ടുള്ളത് മനുഷ്യനിൽ മാത്രമാണ്. ബാക്കിയൊക്കെ വെറും ശരീരമാണ്, ശവമാണ്. അപ്പോൾ ശവമാണെങ്കിൽ അതെങ്ങനെ ചലിക്കുന്നു, നടക്കുന്നു, കരയുന്നു. അതിൻ്റെ കുഞ്ഞു മരിക്കുമ്പോൾ അത് കരയുന്നു. അപ്പോൾ ശവമല്ല. തെറ്റുപറ്റിയത് ആ നാട്ടിലെ ആൾക്കാർക്കാണ്. അവർ എഴുതിയ പുസ്തകമാണ്. ഇത് ഗോഡ് ക്രിയേറ്റഡ് ബുക്ക് ഒന്നുമല്ല. പിന്നെ ക്ലെയിം ചെയ്യണം. ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാക്കിയിട്ട് ഇതാണ് ലോകത്തെ ഏറ്റവും നല്ലത്, നമ്പർ 1 വാഷിംഗ് മെഷീൻ പറഞ്ഞ പോലെയാണ്. നമ്മൾ ബുക്ക് എഴുതി ഉണ്ടാക്കുക, ഇതിനപ്പുറം ഒന്നുമില്ലെന്ന് പറയാം. അത്രേ ഉള്ളൂ. അത് തന്നെ മാർക്കറ്റ് ചെയ്യുക, ഗംഭീരമായിട്ട് മാർക്കറ്റ് ചെയ്യുക. പെട്ട ചെറുപ്പത്തിലേ പഠിപ്പിക്കണം, ഇതൊക്കെ പൊട്ടിപ്പോവും. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ട്, ഒരു മതങ്ങൾ ഒരു 18 വയസ്സിലാണ് ഒരാൾ പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ അവൻ ഹിന്ദു ആവുള്ളൂ. അതല്ലേ നമ്മുടെ ഫിലിപ്പ് പ്രസാദ് നക്സലൈറ്റ് മൂവ്മെന്റ് കേരളത്തെ അത്യുഗ്ര നേതാവായിരുന്നു. വെച്ചാൽ ഈവോ ഇല്ലെന്ന് മാത്രമല്ല, മുതലാളിമാരെ വെടിവെച്ച് കൊല്ലണം, വർഗീസിന്റെ ഒക്കെ കൂട്ടുകാരനായിരുന്നു. ഫിലിപ്പ് പ്രസാദ് ഹൈദരാബാദിലേക്ക് ഒറ്റം പോകുമ്പോൾ സ്വന്തം സിസ്റ്ററാണ് പെട്ടി അടുക്കി വെക്കുന്നത്. പിന്നെ സൂട്ട് കേസ് ഒക്കെ അടുക്കി വെച്ചു. അയാൾ പോയി. അവിടെ എത്തി റൂമിൽ നിന്ന് പെട്ടി വന്നപ്പോൾ അതിലൊരു മോതിരം, സ്വർണ്ണ മോതിരം. അതിൽ സത്യസായി അവിടെ ഫോട്ടോ ഉള്ള മോതിരം. ഇയാൾ പെങ്ങളെ കോൾ വിളിച്ചു, നീ എങ്ങനെ? അപ്പോൾ അവർക്ക് അറിയില്ല. അവരൊരേ ഞാനാണ് പെട്ടി അടുക്കി വെച്ചത്. അങ്ങനെ ഇയാൾ ദേഷ്യം പിടിച്ച പുട്ടപ്പുറത്തി പോകണം, ഇയാളെ ചോദ്യം ചെയ്യണമല്ലോ. അങ്ങനെ പോയപ്പോൾ ബാബ അടുത്തു വന്നിട്ട് പറയാം, ഞാൻ തന്ന മോതിരം നീ എന്താ ഇടാത്തതെന്ന്. ഇതൊക്കെ അതാണ്, ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വരും ജീവിതത്തിൽ. അത് മനുഷ്യന് ധ്യാനത്തിലേക്ക് തിരിയാൻ പല സാധനവും പ്രകൃതിയിലുണ്ട്, പല എക്സ്പീരിയൻസും ഉണ്ട്. അതെങ്ങനെയും വരും. നമ്മളെ ഒന്ന് ഒരു വണ്ടറിലൂടെ, ഒരു പേടിയിലൂടെ, ഒരു ദുഃഖത്തിലൂടെ അതിതീവ്രമായ ഒരു എൻറ്റിറ്റി വെക്കും. അതിൽ നിന്ന് തിരിഞ്ഞോളണം. ആ സൈൻ, അതൊരു ടേണിംഗ് പോയിന്റ്. അതെ, തൃശ്ശൂര് ഇടത്തോട്ട്, വലത്തോട്ട് തിരിഞ്ഞ് നിൽക്കരുത്. നമ്മൾ തൃശ്ശൂർക്കാണ് പോകേണ്ടത്, ഇടത്തോട്ട് തന്നെ തിരിയണം.
അതുപോലെ ജീവിതത്തിൽ നമുക്ക് ലോജിക്കൽ മൈൻഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങൾ തരും. ഇഫ് യു ആർ മെൻറ്റ് ഫോർ ദാറ്റ്, നിങ്ങൾ ഒരു ഈ ജന്മത്തിൽ നിങ്ങളുടെ സ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ വിധിയുള്ളവനാണെങ്കിൽ തീർച്ചയായിട്ടും സയൻസ് ഉണ്ടാവും. എല്ലാവർക്കും ഈ സൈൻ കിട്ടുന്നുണ്ട്, പക്ഷെ അത് നോട്ട് ചെയ്യുന്നില്ല ആരും. അങ്ങനെയല്ലേ, ശത്രുക്കൾ നമ്മളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു നിന്നെ ഞാൻ ദിവസം കൊല്ലുമെന്ന് പറയില്ലല്ലോ. അവർ സയൻസാണ് തരിക. അതുപോലെ ഈശ്വരൻ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സയൻസ് ശ്രദ്ധിക്കണം. എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണം എന്ന് പറയും. പലർക്കും പല വഴിയാണ്. ഇപ്പോൾ എല്ലാവരും ഞാനൊരു ഗുരുവാണ്, എല്ലാവരും എൻ്റെ മാർഗം സ്വീകരിക്കുക പറഞ്ഞത് വിഡ്ഢിത്തരാണ്. അതുപോലെ തന്നെ മതങ്ങളും. യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നൊരുത്തർ പറയണം, അള്ളാഹുവിലൂടെ രക്ഷയില്ല എന്ന് പറയും. ഇതൊക്കെ പൊട്ടത്തരാ. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗത്ത് പോകണ രക്ഷയല്ല, അത് കൊടുക്കാണ്. ഇതിനേക്കാൾ തലിപിളി ലോകാത്. ഇപ്പം നമുക്കിവിടെ വെച്ചാൽ വൈഫൈ ഉണ്ട്, പിന്നെ കോൾ ചെയ്യാം, പിന്നെ അച്ഛനെ വിളിക്കാം, അമ്മയെ വിളിക്കാം, അല്ല അമേരിക്കയിലേക്കാണോ വിളിക്കാം. അവിടെ ഭയങ്കര ബോറടി ആയിരിക്കില്ല. ഇതേ മൈൻഡോടുള്ള ഏതെങ്കിലും പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഈ മൈൻഡ് മാറും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതേ മനുഷ്യനാണ് അവിടെ, ഇതേ വർഗീസിനെയും ഇതേ കേശവനെയാണ് അവിടെ കൊണ്ടുവന്നത്. അവൻ ഇവിടെ അനുഭവിച്ച് സുഖിച്ച് കുന്തളിച്ചവൻ അവിടെ പോയിട്ട് ദൈവത്തിനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. രാവിലെ ഒരു കാറ്റും കൊണ്ട് ചിറാപ്പൂഞ്ചിര വരെ മഴയും ആകപ്പെട്ടു പോകും. സത്യം പറഞ്ഞാൽ സ്വർഗകാമികളാണ് ഏറ്റവും വലിയ പൊട്ടന്മാരെന്ന് പിന്നെ ഗീതയിൽ പറയുന്നുണ്ട്. സ്വർഗകാമോ യജേത എന്നുണ്ട്, വേദത്തിലുണ്ട്. അതായത് സുഖലോകങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പം ഇസ്ലാം മതം ഉണ്ടായ കാലത്ത് അവിടെ മരുഭൂമിയാണ് ആണല്ലോ, ഇപ്പോഴും മരുഭൂമിയാണ്. ആ മരുഭൂമിയിലുള്ള ഉണ്ടായ മതങ്ങൾക്ക് എല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ സ്വർഗത്തിൽ ഭയങ്കര പച്ചപ്പും തണുപ്പുമായിരിക്കും. കാരണം അവർക്ക് ഇല്ലാത്തതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ചിറാപ്പൂഞ്ചിയിൽ ഒരാളുടെ സ്വർഗം ഉണ്ടാവും. ചിറാപ്പൂഞ്ചി തന്നെ ജനിച്ച് വളർന്നു മരിക്കണം. ഒരുത്തൻ സ്വർഗം ബുക്ക് എഴുതിയാൽ അവിടെ എപ്പോഴും മരുഭൂമികളും നല്ല ഉഷ്ണക്കാറ്റും അല്ലേ. വെച്ചാൽ തണുപ്പ് അധികമായവൻ്റെ ചിന്തയിൽ ചൂട് വേണം, ചൂടധികമായവന് തണുപ്പ് വേണം. ഇത് വെറും ഫിസിക്കൽ സുഖത്തിൻ്റെ തലം മാത്രമാണ്. ഇത് ഹിന്ദുക്കൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഇവിടെ വരാണ്ടിരിക്കാനുള്ള പണിയെടുക്കുക. ഒരു ലോകത്തും പോകണ്ട, ഗോലോകത്തും പോകണ്ട, കൈലാസത്തിലും പോകണ്ട, പിന്നെ സ്വർഗത്തിലും പോകണ്ട, നമുക്ക് ഇവിടെ വെച്ചിട്ട് പരിപാടി കഴിക്കാം. അതിനുള്ള ഒരു മാർഗം മാത്രമാണ് തന്ത്രം. അതിനുള്ള മാർഗം മാത്രമാണ് ഈ ഭക്തിയോഗം, മന്ത്രം ജപിക്കേണ്ടത്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നത്. ഇതൊക്കെ മാർഗങ്ങളാണ്. ലക്ഷ്യം എന്താണ്? ഞാൻ എൻ്റെ സ്വത്വത്തെ അറിയുക. ശരീര മനോബുദ്ധികളല്ലാതെ ഇതിൽ എപ്പോഴും സാക്ഷിയായിരിക്കുന്ന ഒരു ചൈതന്യമാണ്, അത് ഞാനാണ്. അത് മാത്രമാണ് ഞാൻ. ആ പെണ്ണിലും തന്നെയാണ്, ആ പയ്യനിലും അത് തന്നെയാണ്, ആ അച്ഛനിലും തന്നെയാണ്. അപ്പോൾ അച്ഛൻ മരിക്കും എന്നുള്ള എൻ്റെ പേടി വളരെ പ്രശ്നമായിരുന്നു എനിക്ക്. അച്ഛൻ മരിച്ചു പോകുമോ, അമ്മ മരിച്ചു പോകുമോ, ഞാൻ അവർ കിടക്കുമ്പോൾ എനിക്ക് പേടി, ഇവരിപ്പോൾ ഇതോട് തീരുമോ, പിന്നെ എനിക്കാരെ ഭക്ഷണം തരിക, മനസ്സിലായില്ലേ? അപ്പം ആ ഡിപ്പെൻഡൻസ് ആണത്. ആ ഡിപ്പെൻഡൻസ് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഡിപെൻഡൻ്റ് ആവാനാണ് ആത്മീയത. എന്താണ് ഇൻഡിപെൻഡൻസ്? ഞാൻ എൻ്റെ സ്വത്വത്തെ മാത്രം ആശ്രയിക്കുകയും അവിടുന്ന് ഗൈഡൻസ് എടുക്കുകയും ചെയ്യുന്നതാണ്. ചിലർ പറയും എനിക്ക് ഗുരുക്കന്മാരൊന്നുമില്ല, ഞാൻ തന്നെ എൻ്റെ ഗുരു. അത് വെറും വട്ടാണ്. അവൻ്റെ ഈഗോ ആണത്. അതായത് അവന് ഒരു ലിവിങ് ഗുരുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചാൽ അയാൾ പറഞ്ഞത് കേൾക്കേണ്ടി വരും. എനിക്ക് പറ്റില്ല. അതായത് 1.5 കിൻഡൽ ഈഗോ ഉണ്ട്. ആ ഈഗോ ആണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത്. സാക്ഷാത്കരിച്ച് എല്ലാവരും പറഞ്ഞത് ഈ പ്രകൃതിയിലെല്ലാം എൻ്റെ ഗുരുവാണെന്നാണ്. ഇപ്പോൾ അത് നീതിസാരത്തിൽ ഭർതൃഹരിക്ക് പറഞ്ഞിട്ടുണ്ട്, കാക്കയിൽ നിന്ന് രഹസ്യഭോഗം. കാക്ക പരമാവധി ഒളിഞ്ഞിട്ടേ സെക്സ് ചെയ്യുള്ളൂ, രഹസ്യഭോഗമാണ്. അതുപോലെ നായയിൽ നിന്ന് ഇത് ഓരോ ജീവിയിൽ നിന്നും പഠിക്കാം. നായയിൽ നിന്ന് ജാഗ്രത. മനുഷ്യനുണ്ടോ അത്ര ജാഗ്രത? അല്ല, മനുഷ്യൻ പട്ടി വളർന്ന്, മനുഷ്യൻ ക്യാമറയാണ്. പിന്നെ എന്തിനൊരു ആവശ്യം? ഞാൻ തന്നെ എൻ്റെ ഗുരു എന്ന് പറഞ്ഞതിന് വീടിന് മതിലില്ലേ? ഞാൻ തന്നെ എൻ്റെ ഗുരു എന്ന് പറയുന്നതിന് വീടിന് മതിലുണ്ടോ? കാറിന് താക്കോലുണ്ടോ? ഒക്കെ ഉണ്ട്. ഈ ജാഗരൂകത ഉണ്ട്. ബാങ്കിലാ പൈസ ഇട്ടിരിക്കണേ, വീട്ടിലല്ല. എന്താ കാര്യം? പേടിയുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഗുരു എന്ന് പറഞ്ഞതൊക്കെ വേണോ? അതൊക്കെ വിഡ്ഢിത്തരം പറയാണ്. നാം നമുക്ക് ഗുരുവാവുന്ന എപ്പോഴാണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ ആ ഉള്ളിലെ സ്വരൂപത്തിൽ നമ്മൾ നിഷ്ഠയാണ്. അത് എത്രയോ എഫർട്ട് ഉണ്ട്. അത് കോടിയിലൊരാൾക്കേ കിട്ടുന്നുള്ളൂ. എല്ലാവരും ഇപ്പോൾ പറയാൻ തുടങ്ങി ഞാൻ തന്നെ എൻ്റെ ഗുരു. എന്താ അറിയോ? ഞാൻ എൻ്റെ മറ്റേ ജെൻസി പിള്ളേരല്ലേ, മൈ ലൈഫ് മൈ റൂൾസ്, അതിൻ്റെ വേറൊരു വേർഷൻ. അത് എൻ്റെ സ്പിരിച്വൽ വേർഷൻ. അത് എനിക്കിഷ്ടമൊക്കെ ഞാൻ ചെയ്യും. ഇപ്പോൾ ഒരു രാവിലെ മോനെ ആ പോണ പെണ്ണുങ്ങൾ പിടിച്ചോ എന്ന് പറയുകയാണ്, എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ ഗുരുവാണ്. അപ്പോൾ എന്നത് ഗുരുത്വമാവും. അത് ചില മതഗ്രന്ഥങ്ങളുണ്ട് അങ്ങനെ. ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കാന്ന് പറയുന്നത്, ദൈവം പറഞ്ഞു എന്ന് പറയുന്നത് അവനൊന്നും തോന്നുകയാണ്. അപ്പം ഈഗോ ട്രിപ്പിൽ പെട്ടുപോകും. അതിന് ഭ്രാന്തി ദർശനങ്ങളുണ്ട്. എനിക്ക് അത് കിട്ടി, ഇത് കിട്ടി തോന്നൽ വരും. അപ്പോൾ ഇത് വളരെ ട്രിക്കി പാത്താണ്. ഇതിനെ പറ്റിയിട്ട് ഉപനിഷത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാന്നിബോധത ക്ഷുരസ്യധാര നിശിതാ ദുരത്യയ ദുർഗം പഥസ്തത് കവയോ വദന്തി. ഞാൻ തന്നെ എൻ്റെ ഗുരു എന്ന് പറഞ്ഞുള്ള അടിയാണ് ഉപനിഷത്ത് കൊടുക്കുന്നത്. ഉത്തിഷ്ഠത, എഴുന്നേക്കും. എന്താ എഴുന്നേക്കേണ്ടത്?
ഫ്രം ദ സ്ലംബർ ദറ്റ് യു ഹവ് ക്രിയേറ്റഡ് അബൌട്ട് ദിസ് വേൾഡ്. ഈ ലോകത്തിലല്ല, ഇപ്പം എൻ്റെ പ്രാണപ്രേയസി എന്നെ എത്ര സ്നേഹിക്കുന്നു, അതൊരു വിഡ്ഢിത്തരാണ്. ആരും അവനവനെ കവിഞ്ഞ് ആരെയും സ്നേഹിക്കുന്നില്ല, അതാണ് സത്യം. അത് റിയലൈസ് ചെയ്യാൻ സമയമെടുക്കും. സെൽഫ് ലവ് തന്നെയാണ്. അതെ, എൻ്റെ ഒരു സുഹൃത്ത് ചെയ്ത പണി എന്താ അറിയോ? അപ്പോൾ അന്ന് ഞാൻ കോളേജ് പഠിക്കുന്ന സമയം ഞങ്ങളെല്ലാ ദിവസവും വൈകുന്നേരം അങ്ങനെ കാണും, കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പം അവരൊരു പെൺകുട്ടിയെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണ്. ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല നമുക്ക്, അത്ര ആത്മാർത്ഥ, അസ്ഥിക്ക് പിടിക്കാറില്ലേ. അപ്പം ഞാൻ ഒരു സമയം പറയാം, എടാ ഇങ്ങനെ വല്ലാണ്ട് നീ ബോധം കെട്ടിരുന്നാലേ ചിലപ്പോൾ നീ പണി കിട്ടുട്ടാ. പറഞ്ഞ പോലെ അവൾ തേച്ചു പറഞ്ഞാൽ മാരക തേപ്പായി പോയി. വെച്ചാൽ അവൾ വേറെ അതിൻ്റെ, അതായത് പാരലൽ റൂട്ടിൽ പോകായിരുന്നു, അവൻ അറിഞ്ഞില്ലത് പാവം. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഉറങ്ങുന്ന ഡ്രൈവറെ പോലെയാണ് ഈ പ്രേമിക്കുന്ന ആൾക്കാർ. വണ്ടി പോകുന്നുണ്ടെന്ന് അറിയാം, ചിലയൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ഇടിക്കാനാണ് പോകുന്നത്, അതറിയില്ല. അതാണ് തന്നെ മറന്ന് എന്ത് ചെയ്താലും ഈശ്വരൻ ദുഃഖം വയ്ക്കും. അതാണ് ഈ പ്രപഞ്ചത്തെ ഒറ്റ സിമ്പിൾ പരിപാടി. അതാണ് ഏത് മതഗ്രന്ഥം എടുത്തോളൂ, അതൊന്നും വേണ്ട. സിദ്ധ പറഞ്ഞ തന്നെ മറന്ന് എന്ത് ചെയ്താലും അവസാനം ദുഃഖത്തിലേക്ക് എത്തും. അപ്പോൾ ഇവൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ നീ പോടാന്നൊക്കെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ പറയണോണ്ടേ നീ വെറും നെഗറ്റീവാണ്. അങ്ങനെ എന്ത് പറയണം, ഒരു ദിവസം ഇത് തേച്ച കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ദീപാവലി വരികയാണ് ഒരു ദിവസം. ഞാൻ ഇവനെ കൂട്ടി ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ. ഇവൻ അത്രയും ഈ തേച്ചെന്ന് അറിഞ്ഞപ്പോഴേ അപ്പോൾ ഇവനെ വിളിച്ചെടുക്കണില്ല. എൻ്റെ വേറെ 2 കൂട്ടുകാരെ വിളിച്ച് എടുക്കണില്ല. ഒരു വൈകുന്നേരം 8-8 മണിയായപ്പോൾ കോൾ വന്നു. നമ്മുടെ ഇന്നയാൾ ബൈക്ക് എടുത്തിട്ട് ഒറ്റ പോക്കട് പോയി ചത്തു. വണ്ടിക്കൊണ്ട് കയറ്റിയിട്ട് പോയിട്ട് നേരെ പോയിട്ട് കയറ്റി ഭിന്നായിപ്പോയി. ഞാനെന്നാൽ ബോഡി കാണാനൊന്നും പോയില്ല. കാരണം എന്നെ സംബന്ധിച്ച് അത് സഹിക്കാൻ പറ്റും. ഞാൻ കാരണം അത്ര അടുപ്പം എന്നും കാണുന്നവർ. അവനാണെങ്കിൽ നിഷ്കളങ്കന. ഈ ലോകത്ത് അമേരിക്ക ആരാ ഭരിക്കണത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നും അറിയില്ല. ഈ പെണ്ണെ മാത്രമേ ഉള്ളൂ. അവൾക്ക് ഏതായാലും ചെരുപ്പാണ് വേണ്ടത്, അവളുടെ നെയിൽ പോളിഷ് എന്താണ്, അങ്ങനെ ഒരു അത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് വീഴുകയാണ് പോയിട്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വീണാലും തല്ലി കിട്ടും, പിന്നെ പെണ്ണിന് വേണ്ടി വീണാൽ. ഈ ലോകത്ത് എന്തിലെങ്കിലും വേണ്ടി നിങ്ങളുടെ സ്വത്വം മറന്ന് വീണാൽ അതിൽ ദുഃഖം ഉണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ പയ്യന്നൂർ ഒരു കുഞ്ഞികൃഷ്ണൻ CPM മാരക പ്രവർത്തനം. ഇപ്പം എന്തായി? ആ പാർട്ടി കൊണ്ടുതന്നെ ദുഃഖം, കള്ളനായി. അയാൾ കള്ളത്തരം കണ്ടുപിടിച്ചോണ്ട്. അപ്പം നമ്മൾ എന്തിനും അങ്ങനെ ഈ ലോകത്ത്, അത് എൻ്റെ ഗുരു അമ്മ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറഞ്ഞു. ഈ ലോകത്തെ സുഖം എന്ന് പറഞ്ഞാൽ മുള്ളിൻ്റെ അറ്റത്ത് വെച്ച തേനാണ്. അത് നക്കാൻ പറ്റും, അമർത്തി നക്കരുത്, നമ്മൾ തന്നെ മുറിയും. ഈ ലോകത്ത് നമ്മൾ എൻത്രോൾ ചെയ്യുന്ന ഇസങ്ങൾ, കമ്മ്യൂണിസം ആവട്ടെ, ഇനി ഫാഷിസം ആകട്ടെ, അല്ലെങ്കിൽ പിന്നെ ഏത് വിഷയവും, RSS, BJP, കോൺഗ്രസ്, ലീഗ്, എന്ത് വിഷയം വന്നോട്ടെ, മറന്ന് വീണാൽ അതിൽ നിന്ന് തന്നെ ദുഃഖം വെച്ചിട്ടുണ്ടാവും. ഇഫ് യു ആർ എൻടൈറ്റിൽഡ് ടു ഗെറ്റ് റിയലൈസ്ഡ് ഇൻ ദിസ് ബർത്ത്, അല്ലാത്തവരൊക്കെ അന്ധന്മാർ 90% പോകും. ഏത് വിഷയത്തിലാണോ നിങ്ങൾ തന്നെ മറന്ന് വീഴുന്നത് അതിൽ നിന്ന് ദുഃഖം വരും. ഈ യൂസഫ് അലി കേച്ചേരി എഴുതിയില്ലേ, തീനെ വന്നു വലം വയ്ക്കുന്നു വ്യാമോഹങ്ങൾ ശലഭങ്ങൾ. ഒരു സിനിമയിൽ ഓർമ്മയില്ല, പടയതാ ഓർമ്മയില്ല, സ്നേഹം എന്നാണ് അതിൻ്റെ പേരുന്നത്. ജയറാമത്. ഈ വിളക്ക് തെളിച്ചാലേ ഈയാമ്പാറ്റ വരും. ഈയാമ്പാറ്റ എന്തിനാ വരുന്നത്? സന്തോഷിച്ചാണ് വരുന്നത്. ഇത് കാണുമ്പോൾ ഭയങ്കര ആകർഷണമാണ്. അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങി. പിന്നെ എവിടെ അതിനെ കാണുക? ചത്തിട്ട് അവിടെ തന്നെ. എന്താ അതിനെ കൊന്നത്? ഈ ആകർഷണമാണ്. അതെന്തിനെയാണോ ആകർഷിച്ച് അങ്ങോട്ട് പോയത് അത് തന്നെ എന്നെ കൊന്നു. ഇത് പ്രപഞ്ചത്തിൽ സത്യത്തിൻ്റെ ചെറിയ വിവരണമാണ്. തീനെ വന്നു വലം വയ്ക്കുന്നു വ്യാമോഹങ്ങൾ ശലഭങ്ങൾ. In whatever kind of philosophy or ism or troop organization that you're bent upon, you're giving your 100% to it, there is a sorrow waiting for you. അത് പെണ്ണാവാം, പൊന്നാവാം, എന്തും ആവാം. അതുകൊണ്ടാണ് പണ്ട് ഋഷിമാർ പറഞ്ഞത് തെക്തേന ഭുഞ്ജീത. അതായത് യു റിമൂവ് ദി അറ്റാച്ച്മെന്റ് ഫ്രം ആക്ഷൻ, ദെൻ യു ആർ ഫ്രീ. ഗീതയിൽ കർമ്മയോഗമാണ്. കർമ്മഫലം ചിന്തിച്ചിട്ടോ അതിൽ ആസക്തി കൊണ്ടോ ചെയ്യാതെ ഇത് ഡ്യൂട്ടിയാണെന്ന് ഇത് ചെയ്യുക. ഇതുപോലെ ബാങ്കിലെ കാഷ്യർ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ പോകുമ്പോൾ എന്തായിരിക്കും ഇഷ്ടം പോലെ പൈസ. ഞാൻ പണ്ട് കണ്ടക്ടറാണെന്ന് വെച്ചാളാ. ഇത് കണ്ടക്ടർ കയ്യിൽ എപ്പോഴും പൈസ. സ്കൂളിൽ പോകുമ്പോൾ കണ്ടക്ടർ കയ്യിൽ ഫുൾ പൈസ, പോക്കറ്റിൽ പൈസ, ഇവിടെ പൈസ, അവിടെ പൈസ. ഇതുപോലെ ആയാൽ മതി എന്ന് വിചാരിച്ചു. പക്ഷെ അത് അയാളെ പൈസയാണോ? അതിൽ നിന്ന് 1 രൂപ പോയാൽ മുതലാളി ചോദിക്കും. അതുപോലെ വർക്ക് ചെയ്യണം. നമ്മൾ എന്തൊരു വർക്ക് ചെയ്യുമ്പോഴും ഇത് എൻ്റെതല്ല, ഇതെന്ന മമ, അതാണ് ഭേദം. ഇത് എൻ്റെതല്ല. ആ ഡിറ്റാച്ച്മെൻ്റ് കൂടി വർക്ക് ചെയ്താൽ
അത് മെല്ലെ മെല്ലെ നമ്മളെ പ്യൂരിഫൈ ചെയ്യും. അത് കമ്മ്യൂണിസ്റ്റുകാരനും കിട്ടും, കോൺഗ്രസ്സുകാരനും കിട്ടും, ലീഗുകാരനും കിട്ടും. അതിൽ ദൈവത്തിന് ഒരു ബന്ധവുമില്ല. അതിൽ ദൈവമെന്നോ ആ ദേവതയെന്നോ ആ ആകാശമെന്നോ ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ പ്യുവറായിട്ട് ചെയ്യുകയും അതിൽ ഒരു മൈൻഡ് ഇൻവോൾവ് ആവില്ല. അതായത് ഞാൻ അതിൻ്റെ ആളാണ്, അപ്പോൾ ഞാൻ ഇന്ന പാർട്ടിക്കാരപ്പം നിങ്ങൾ വേറൊരു പാർട്ടിക്കാരൻ, നിങ്ങൾ BJP-കാരനാണ്, ഞാൻ CPM-കാരനാണ്, നിങ്ങളെ കാണുമ്പോഴേ ഞാൻ കൊല്ലണമെന്ന് വിചാരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ഞാൻ എന്നെ മറക്കുന്നതുകൊണ്ടാണ്. ഇസത്തിൽ പോയി വീണ് ചായ മുങ്ങിപ്പോവാണ്. ഒരു ചായ മുങ്ങാതെ ഒരു രാമകൃഷ്ണദേവൻ ഒരു ഉദാഹരണം പറയും. ചേറുമീൻ എന്ന് പറയും, ഒരു മീൻ, വെള്ളിമീൻ എന്ന് പറയും. ആ ചേറിൽ ഇങ്ങനെ പൊളക്കിയത്, വെള്ളം വേണ്ട, അതിനെ കുറച്ച് വെള്ളം മതി. ആ ചേറിൽ ഉണങ്ങിയ ചേറിലും കിടക്കും. അതിങ്ങനെ അതിൽ പൊളച്ചിട്ട് വന്നാലും ഒരൊറ്റ തുള്ളി അഴുക്കുണ്ടാവില്ല. ഈ പാമ്പിൽ എന്താ പഠിക്കേണ്ടത് അറിയോ? ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ, വീട്ടിൻ്റെ പറമ്പിലേ ചേര സാർ നമ്മൾ ബഹുമാനത്തിൽ വിളിക്കുക, എവിടെയും പുള്ളിക്ക് ആക്സസ് ഉണ്ട്. ചേര, മൂർഖൻ, അല്ലെങ്കിൽ പല പല ടൈപ്പ് ഉണ്ടല്ലോ. എനിക്ക് ഇഷ്ടമില്ലാത്ത അണലി മാത്രമേ ഉള്ളൂ അതിൽ. അമ്മ ഭയങ്കര ക്രൂരനായിട്ടാണ്. പക്ഷെ പാമ്പിലൊരു കാര്യമുണ്ട്. പാമ്പ് ഇങ്ങനെ മണ്ണിൽ കൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. ഒരു പൊടി അഴുക്കുണ്ടോ? നമ്മൾ ഒരു ദിവസം കണ്ടത്ത് ക്രിക്കറ്റ് കളിച്ച ശരി എന്താ അഴുക്കൊണ്ടേ വീട്ടിൽ ചാക്കാണ് കിടക്കും. അപ്പോൾ അതൊരു സ്കില്ലാണ് വെച്ചാൽ അതുപോലെ ആവണമെന്നാണ്. ചെറുമീനിനെ പോലെ പാമ്പിനെ പോലെ പ്രപഞ്ചത്തിൽ ഇടപെട്ടാലും അത് ഇങ്ങോട്ട് വഹിച്ചു കൊണ്ടരുത്. അത് പുറത്ത്. ചില ആൾക്കാർ ഓഫീസിൽ വരുന്നൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ട് ഓഫീസിലൊരു ബന്ധം ഉണ്ടാവും, ശാരീരിക ബന്ധമല്ല, ഒരു ഇഷ്ടം. വീട്ടിൽ ഭാര്യ ഉണ്ടാവും. വീട്ടിൽ ഇവളുടെ ചിന്തയിൽ ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഭാര്യയോട് എതിർപ്പായി, ഇഷ്ടക്കടായി, അപ്പോൾ കുടുംബം കുളവും. Don't carry forward anything towards you, and even that relation is wrong, karmically wrong, because you are married to a person who has got karma with you. അല്ലാത്തവരെ നിങ്ങൾക്ക് മാരി ചെയ്യാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഇഷ്ടമല്ലാത്ത ഭാര്യയായിരിക്കും, എന്നാലും അത് നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് അവിടെ കാണുന്ന ഇഷ്ടം ഉണ്ടാവില്ല ചിലപ്പം, പക്ഷെ നിങ്ങൾ അനുഭവിക്കേണ്ടതാണത്. നിങ്ങൾ ചെയ്ത കർമ്മമാണത്, അല്ലാണ്ട് അവളല്ല. അതുകൊണ്ട് ഒരാളെ റിജക്റ്റ് ചെയ്യുമ്പോഴും അക്സെപ്റ്റ് ചെയ്യുമ്പോഴും ഈ ജാഗ്രത വേണം. ഇതെനിക്ക് കാർമിക്കലി റൈറ്റ് ആണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ പുതിയ കർമ്മം സൃഷ്ടിക്കുകയാണ്, അതിനുവേണ്ടി ഇനിയൊരു ശരീരം എടുക്കേണ്ടി വരും ചിലപ്പോൾ. അതുകൊണ്ട് ഈ ജാഗ്രത ഒന്നുമില്ലാതെ കുറേ മന്ത്രം ചൊല്ലി കുറി തൊട്ടു, അതിന് കുറേ അമ്പലത്തിൽ പോയി കിടന്നു, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ കാര്യങ്ങളൊന്നും അറിയാതെ എന്നാൽ അവൻ ശൂന്യനാണ്, ജ്ഞാനശൂന്യൻ എന്ന് പറയും. വെച്ചാൽ ഇത് പുറത്തല്ല ആത്മീയത. അവനവനെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞു, പുറത്ത് എന്തിനാണ് പോണത്? ഇതിലേക്ക് തിരിയാനാണ്. അതൊരു അനുഭവം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ നിരന്തരം വടക്കുന്നാഥ ക്ഷേത്രം തൊഴാൻ പോകുന്ന ഒരാൾ എല്ലാ ദിവസവും രാവിലെ പോകും. 4 മണി 4:15 ആകുമ്പോൾ അവിടെ നെയ്യഭിഷേകം തുടങ്ങുമല്ലോ, അത് കാണാൻ പോകുന്നു. എല്ലാ ദിവസവും പോകുന്നു. മെല്ലെ മെല്ലെ കുറേ കഴിയുമ്പോൾ പ്രകൃതിയിൽ ചില കാര്യങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്തത് തെളിഞ്ഞു വരും. ക്ഷേത്രത്തിൽ പോകുന്ന 100% ആൾക്കാരുടെ അനുഭവം അത്. അവൻ വെറുതെ പോയാലും ശരി, മെല്ലെ മെല്ലെ ചില സയൻസ് ഇങ്ങനെ കാണിച്ചു തുടങ്ങും. അതുവരെ നമ്മൾ മിത്രമായി ധരിച്ചിരുന്ന ഒരാൾ ശത്രുവാണെന്ന് തിരിച്ചറിയും. അതുവരെ നമ്മൾ സുഹൃത്താണെന്ന് വിചാരിച്ച ആൾ ബദ്ധശത്രുവാണെന്ന് മനസ്സിലാവും. അങ്ങനെ നമുക്കറിയാതെ പ്രകൃതിയിൽ ചില സാധനം തുറന്നു കിട്ടും ഈ ഉപാസനയിലൂടെ. എന്നും അമ്പലത്തിൽ പോകുന്നു എന്നൊരു വർക്കാണ്, ഒരു ജോലി ചെയ്യുമ്പോൾ കുറച്ച് ആത്മാർത്ഥമുണ്ട് ശിവനോടോ അല്ലെങ്കിൽ രാമനോടോ ഒരു ഭക്തി ഉണ്ടെങ്കിൽ മെല്ലെ 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 പ്രപഞ്ചം നിങ്ങൾക്ക് എന്താണ് വേണ്ടാത്തത് അത് നിങ്ങളുടെ ജീവിതത്തിൽ റിമൂവ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ അതൊന്നും വേണ്ടതിന്. നിങ്ങൾ ആകെ ചെയ്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയിട്ട് ശിവനേന്ന് വിളിച്ച് തൊഴുതേ ഉള്ളൂ. എല്ലാം ശരിയാവണേ. എന്നോട് സുഹൃത്ത് പറഞ്ഞാണ്, ഞാൻ പറഞ്ഞിട്ടാണ് അമ്പലത്തിൽ പോയി. ഞാൻ പറഞ്ഞു, ഏട്ടാ എല്ലാ ദിവസവും നിർമ്മാല്യം തൊഴുതോളൂ പറഞ്ഞു. അപ്പോൾ ഒരു 10-40 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നല്ല സുഖം കിട്ടോ, രാവിലെ നല്ല ആരോഗ്യമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, രാവിലെ എനിക്ക് പോകണ്ടേ, കുളിക്കണ്ടേ. പക്ഷെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഏട്ടാ പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ അതുവരെ നല്ല രീതിയിൽ നിന്ന ഒരാൾ അകാരണമായിട്ട് തെറ്റിപ്പിരിയുക, അല്ലെങ്കിൽ അതുവരെ കൂടെ ബിസിനസ് ചെയ്തിരുന്ന ആൾ പെട്ടെന്ന് അയാളുടെ ഒരു കള്ളത്തെ നമ്മുടെ ശ്രദ്ധയപ്പെടുക. അപ്പോൾ മനസ്സിനൊരു അങ്ങനെ അസ്വസ്ഥതയുണ്ട്. ഞാൻ പറഞ്ഞു, നീ അത് നല്ല സൈനായിട്ട് ഇടാം. നമ്മൾ വീട് അടിച്ചു വരുമ്പോഴേ നമ്മൾ വിചാരിക്കും ഭംഗിയായി വൃത്തിയായി. ഡെറ്റോൾട്ട് തുടച്ചാലോ ആ കറ ഈ ഡെറ്റോൾട്ട് തുടയ്ക്കുന്ന പോലെയാണ് ഉപാസന. അറിയാതെ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ കിടന്ന ദുർഗുണങ്ങളും ആത്മശുദ്ധീകരണം മറ്റുള്ളവൻ്റെ നമ്മൾ കണ്ടുപിടും. അപ്പോൾ ആര് നമുക്ക് വേണ്ട, ആര് നമുക്ക് വേണം എന്നൊക്കെ ഒരു ഡിസൈസീവ് ഫാക്ടറാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്ന പരിപാടി. അത് നിസ്സാര കാര്യമല്ല അത്. കാരണം ആ ക്ഷേത്രം നമ്മളുണ്ടാക്കിയല്ല, അത് വളരെ താന്ത്രികമായി അത്രയും ഉയർന്ന ആളുകൾ, മിക്ക ക്ഷേത്രങ്ങളും സ്വയംഭൂവാണ്, മനുഷ്യന് അവൻ്റെ ഇഷ്ടത്തിന് പ്രതീക്ഷിച്ചല്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രങ്ങളിൽ ഒരു മനുഷ്യനെ അവൻ്റെ ഉള്ളിലേക്ക് തിരിക്കാനുള്ള എല്ലാ സാധനവും വെച്ചിട്ടുണ്ടാവും അവർ.